ചാലക്കുടി പോട്ട ബാങ്ക് കവർച്ചാ കേസിൽ റിമാൻഡ് റിപ്പോർട്ടിന്റെ പകർപ്പ് മാതൃഭൂമി ന്യൂസിന്. പ്രതിയെ തിരിച്ചറിഞ്ഞത് ശരീരപ്രകൃതിയും ശബ്ദവും കണ്ണിന്റെ അടിഭാഗവും കണ്ട് പ്രതിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന് പരിശോധിക്കണമെന്നും പോലീസ്. കൂടുതൽ വിവരങ്ങൾ നൽകാനായി MS ലിഷോയ് ചേരുന്നുണ്ട്. ലിഷോയ്, പ്രതിയിലേക്ക് എങ്ങനെ എത്താൻ കഴിഞ്ഞു എന്നതും അതോടൊപ്പം തന്നെ ലഭിച്ച പണത്തിന്റെ കണക്കുമെല്ലാമാണ് റിപ്പോർട്ടിന്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്നത്. മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? കൂടുതൽ വിശദാംശങ്ങൾ. പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതായത് പ്രതിക്ക് ജാമ്യം നൽകുകയാണെങ്കിൽ അത് സമൂഹത്തിന് തെറ്റായ സന്ദേശം നൽകുമെന്നും ഇനിയും പ്രതിയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ ചോദിച്ചറിയേണ്ടതുണ്ട്, മറ്റാരെങ്കിലും ഇയാൾക്ക് സഹായമായി എത്തിയിട്ടുണ്ടോ എന്നുൾപ്പെടെയുള്ള കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അതിനോടൊപ്പം തന്നെ ഈ പ്രതി ധരിച്ചിരുന്ന സോക്സും ഗ്ലൗസും ഉൾപ്പെടെയുള്ള ചില വസ്ത്രങ്ങൾ അത് കണ്ടെടുക്കാനുണ്ട്. അത് കത്തിച്ചു എന്നുള്ളതാണ് നേരത്തെ മൊഴി നൽകിയിരുന്നത്. പക്ഷേ അത് വിശ്വാസത്തിലെടുക്കുന്നില്ല പോലീസ്. അതുകൊണ്ട് പ്രതിയെ ഇത് കണ്ടെടുക്കുന്നതിന് വേണ്ടി കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. കൂടാതെ ഈ പണം ചിലവഴിച്ചതുമായി ബന്ധപ്പെട്ട വിവരങ്ങളും റിമാൻഡ് റിപ്പോർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 12 ലക്ഷം രൂപ വീട്ടിൽ നിന്ന് കണ്ടെത്തി. അതിൽ 2,90,000 രൂപ മറ്റൊരു കടം വീട്ടുന്നതിന് വേണ്ടി ഇയാൾ നൽകിയിട്ടുണ്ടായിരുന്നു. ആ പണം ഈ രണ്ട് തുകയും 12 ലക്ഷവും 2,90,000 രൂപയും കണ്ടെടുത്തിട്ടുണ്ട്. ബാക്കി 10,000 രൂപ പ്രതി ചിലവഴിച്ചു എന്നാണ് പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും വിശദമായ അന്വേഷണം ഇതുമായി ബന്ധപ്പെട്ട് നടത്തേണ്ടതുണ്ട് എന്നുള്ളതാണ് പോലീസ് വ്യക്തമാക്കുന്നത്. പ്രതിയുടെ ജാമ്യാപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട് കോടതിയിൽ. അത് പക്ഷേ ഇന്ന് പരിഗണിച്ചിട്ടില്ല. അടുത്ത ദിവസം ജാമ്യാപേക്ഷ പരിഗണിക്കും. 14 ദിവസത്തേക്ക് നിലവിൽ ചാലക്കുടി കോടതി പ്രതിയെ റിമാൻഡ് ചെയ്തിരിക്കുകയാണ്. ലിഷോയ്, മറ്റുള്ളവരുടെ പങ്ക് സംശയിക്കാനുണ്ടായ ഒരു സാഹചര്യം എന്താണ്? തരൊറ്റയ്ക്കാണ് കൃത്യം ചെയ്തത് എന്നൊക്കെ പ്രതി പറയുന്നുണ്ടോ? ഒരാളെ മാത്രമേ ദൃശ്യങ്ങളിൽ ഉൾപ്പെടെ കണ്ടിരുന്നുള്ളൂ? അതെ, ഒരാളെ മാത്രമേ ദൃശ്യങ്ങൾ ഉൾപ്പെടെ കണ്ടിട്ടുള്ളൂ. പ്രതിയും പറഞ്ഞത് ഒറ്റയ്ക്കാണ് ഇതെല്ലാം ചെയ്തതെന്നാണ്. പക്ഷേ ഏതെങ്കിലും തരത്തിൽ ഇയാൾക്ക് ഈ വാഹനം ഇത്തരത്തിൽ മാറ്റം വരുത്തുന്നതിനും അതിനോടൊപ്പം തന്നെ ഈ പല വഴികളിലൂടെ പോകുന്നതിനും വസ്ത്രം മാറുന്നതിനും അതുപോലെ തന്നെ അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും പണം കൊണ്ട് ഒളിപ്പിക്കുന്നതിന് അങ്ങനെയുള്ള പല കാര്യങ്ങൾക്കും ഏതെങ്കിലും തരത്തിൽ ഈ പ്രതിക്ക് സഹായങ്ങൾ ലഭിച്ചിട്ടുണ്ടോ എന്നൊരു സംശയം പോലീസിനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പോലീസ് ഇക്കാര്യം ഈ റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, ഇയാൾ ഇത്രയേറെ തിരക്കുള്ള ഒരു സ്ഥലത്ത് ഇങ്ങനെ ഒരു ഇത്തരത്തിൽ ഈ മോഷണത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയത് അത് മറ്റാരുടെയെങ്കിലും സഹായം ഉള്ളതിനാലാണോ എന്നുള്ള സംശയവും പോലീസിനുണ്ട്. അക്കാര്യങ്ങളെല്ലാമാണ് റിമാൻഡ് റിപ്പോർട്ടിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇനിയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ അന്വേഷണം വേണം എന്ന് പോലീസ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ശരി, പോട്ട ബാങ്ക് കവർച്ചാ കേസിലെ റിമാൻഡ് റിപ്പോർട്ടാണ് പുറത്തു വന്നിരിക്കുന്നത്. കൂടുതൽ ആളുകളുടെ പങ്ക് സംശയിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പ്രതിയിലേക്ക് എത്താൻ എങ്ങനെ സഹായിച്ചു എന്നടക്കമുള്ള വിവരങ്ങളാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളത്. MS ലിഷോയാണ് വിവരങ്ങൾ നൽകിയത്.